Hello friends, Techiez എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിൽ എല്ലാവർക്കും ബബിൾ ഉണ്ടാക്കി കളിക്കാൻ വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കുമല്ലേ? നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകും ഒരു വലിയ ബബിൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഒരു വലിയ ബബിൾ ഉണ്ടാക്കണമെന്നാണ് ടെക്കീസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോന്റെ വർക്കിംഗ് മെത്തേഡിൽ കടക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഡിഷ് സോപ്പ്, ഗ്ലിസറിൻ, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ ഇതിന്റെ ബബിൾ ബാൻഡ് ഉണ്ടാക്കാൻ 2 സ്റ്റിക്കും കോട്ടൺ സ്ട്രിങ്ങും പിന്നെ ഒരു വാഷറുമാണ് ആവശ്യം. അപ്പോൾ ആദ്യം തന്നെ ഒരു 6 ടീസ്പൂൺ ഡിഷ് സോപ്പ് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഒരു 6 ടീസ്പൂണോളം ഗ്ലിസറിന് നമുക്ക് അതിൽ ആഡ് ചെയ്യണം. ഗ്ലിസറിനൊക്കെ സാധാ മെഡിക്കൽ ഷോപ്പിൽ ലഭ്യമാണ്. അതിനുശേഷം ഒരു 13 ടീസ്പൂണോളം വെള്ളവും നമുക്ക് അതിൽ ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ചധികം നേരം ഒന്ന് മിക്സ് ചെയ്യുന്നത് കൂടുതൽ നല്ലതാണ്. ഇതിനിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലിസറിന് 6 ടീസ്പൂൺ, ഡിഷ് സോപ്പ് 6 ടീസ്പൂൺ, വെള്ളം 13 ടീസ്പൂൺ. ബബിള് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആവണമെങ്കിൽ ഗ്ലിസറിൻ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സൊല്യൂഷൻ്റെ വർക്കിംഗ് പ്രൊസീജിയർ കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് വാൻഡിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് അതുമേ സ്ട്രിങ് കെട്ടണം. എന്നിട്ട് ആ വാഷർ എടുത്ത് അതിൻ്റെ ഹോളിലൂടെ സ്ട്രിങ് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് സ്ട്രിങ് നമുക്ക് രണ്ടാമത്തെ സ്റ്റിക്കുമേ കെട്ടണം. കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ഭാഗം ബാക്കി വേണം. സ്ട്രിങ്ങിന്റെ കുറച്ച് ഭാഗം ബാക്കി വേണം. എന്നിട്ട് ആ ബാക്കി വരുന്ന ഭാഗം നമ്മൾ തിരിച്ച് ആദ്യത്തെ സ്റ്റിക്കിലേക്ക് തന്നെ കെട്ടണം. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്കതൊരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് കിട്ടും. അത് ഇതുപോലെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് അതെങ്ങനെ സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ 2 സ്റ്റിക്ക് കൂട്ടി പിടിച്ച് സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യണം. അതിനുശേഷം അത് പൊന്തിച്ചിട്ട് മെല്ലെ അത് വിടർത്തണം. എന്നിട്ട് അത് മെല്ലെ ഒന്ന് വീശണം. അപ്പോൾ നമുക്ക് വലിയൊരു ബബിള് ഉണ്ടാക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഞങ്ങൾ ചെയ്ത കുറച്ച് സാമ്പിൾസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ വാണ്ടിൻ്റെ അളവ് വലുതാവും തോറും ബബിളും വലുതാവും. പിന്നെ ഗ്ലിസറിൻ കുറച്ചധികം ഒഴിച്ചാൽ ബബിള് നന്നായി അധികം പൊട്ടാത്ത ഒരു രീതിയിലായി വരും. അപ്പോൾ നമുക്ക് കുറച്ച് സാമ്പിൾസ് ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇതുപോലുള്ള മനോഹരമായ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് കൂടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ.